ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അമ്പടോ എണീച്ചോ? രാവിലെ എണീച്ചോ? ഏ ഏ രാവിലത്തെ എക്സസൈസിലാ? ഓയ് ഓയ് ഓയ്. ടുട്ടു ഇന്നലെ ഉമ്മാൻ്റെ അടുത്ത് ഉറങ്ങി. വാവൻ്റെ അടുത്ത് ഉറങ്ങി. മോനെ അതിൻ്റെ ശേഷം അവന് എൻ്റെ അടുത്ത് അങ്ങനെ കിടന്നിട്ടേ ഇല്ല. അവൻ അവിടെ അല്ല, അമ്മച്ചീൻ്റെ അടുത്തല്ലേ. അവനക്ക് ഇന്നലെ ഭയങ്കര ആഗ്രഹം ഞങ്ങളടുത്ത് കിടക്കാൻ. അപ്പം ഇന്നലെ ഞങ്ങളടുത്താണ് കിടന്നത്. തന്നെ കാക്കാൻ്റെ കൂടെ കിടന്നുറങ്ങി. കാക്കൻ്റെ കൂടെ ഉറങ്ങിയോ? കാക്കൻ്റെ കൂടെ ഉറങ്ങിയോന്നേ. ആ, എന്ത് കാക്ക പയ്യനെ? അമ്പുവിൻ്റെ കൂടെ കാക്ക ഉറങ്ങിയോ? തൊത്തേ അല്ലയോ, വരുന്നുണ്ടല്ലോ തൊത്തേ. ആ, എന്തൊക്കെയോ പറയണ്ടല്ലോ പച്ചോനെ. ഈ രാവിലെ ഉമ്മ എന്താ ഫോണും കൊണ്ട് വന്നിക്കുന്നതാണോ? അങ്ങനെയാണോ പറയണേ? ടുട്ടോ സമയമായി. ടുട്ടു സമയം എണീച്ചോ? മദ്രസയിൽ പോണോ കാക്കാക്ക്? താത്ത മദ്രസയിൽ പോയി. കാക്കാക്ക് മദ്രസയിൽ പോണോ? പൂപ്പിയൊക്കെ ഇടുന്നുണ്ടോ? ആ, രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ ഉമ്മച്ചി കട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചിനും. അതൊക്കെ കുടിച്ച് ഉമ്മച്ചിനോട് 2 കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ടാ. അപ്പോൾ മോനെ ഒന്നുകൂടെ വിളിക്കണം, അവൻ എണീച്ചിട്ടില്ല, മദ്രസ പോകാനുള്ളതാണ്. അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഉമ്മച്ചി പത്തിരീൻ്റെ പരിപാടിയിലാണ്. പിന്നെ മക്കളെ യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ തേക്കാനും. ഞാൻ രാത്രിയാണ് അധികം തേച്ച് വെക്കൽ. ഇന്നലെ രാത്രി തേക്കണം എന്ന് വിചാരിച്ച സമയത്ത് എന്തോ മോൻ കരയോ എന്തോ ചെയ്തിട്ട് എന്നോട് പിന്നെ വിട്ടുപോയിട്ടാ. അപ്പോൾ ഇതാ രാവിലെ തേക്കാണ്. പിന്നെ ഉമ്മച്ചി കടി ഉണ്ടാക്കണോണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണ്ട. ഇനിയിപ്പോൾ ഉമ്മച്ചി പോയാലാണ് ഞാൻ ഇടങ്ങാറാവുക കേട്ടോ. പിന്നെ എല്ലാം ആദ്യം ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടി വരും. എന്താ പിന്നെ കുഞ്ഞാവേൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നല്ല സ്വഭാവത്തിലോ ചീത്ത സ്വഭാവത്തിലോ രാവിലെയെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്ന് എണീച്ച് പിന്നെ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിക്കണേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെന്താ, മോന് മദ്രസ വിട്ടിട്ട് ഇങ്ങോട്ട് വരില്ല. ഓൻ നേരെ അതിലേ പോകട്ടോ സ്കൂൾക്ക്. അതുകൊണ്ട് അവനക്ക് എല്ലാം ഒരുക്കി അവനെ വിടണം. മോള് പിന്നെ മദ്രസ വിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് സ്കൂൾക്ക് പോവുക. പിന്നെ മോനെ റോഡ് വരെ ആക്കാൻ പോയിരുന്നു കേട്ടോ. പട്ടികളുണ്ട് ഞങ്ങൾ പോണ വഴിക്ക്, അപ്പോൾ പേടിയാണ്. അപ്പോൾ അതാ വരുമ്പോണ്ട് എല്ലാവരും രാവിലെ എസ്റ്റേറ്റിൽ പണിക്കൊക്കെ പോകണം. അപ്പോൾ ഓരോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ടോ വന്നത്. അപ്പോൾ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മീനിൻ്റെ സൗണ്ട് ആയിട്ട് അങ്ങനെ എന്താ മീനൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്ന്. ഇതിപ്പോൾ കറിയത്തെ കൊണ്ടുപോകാമോ? മുള്ളു കുറവാണ് പറഞ്ഞിട്ടുള്ള. അപ്പം ഉമ്മച്ചി മീനൊക്കെ മുറിക്കുന്നുണ്ട്. മീൻ മുളക് കൂടെ പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മീൻ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പം ഇന്നാണ് വാങ്ങുന്നത്. ഇവിടെ ആട്ട് മന്നുച്ചിനു രക്ഷമില്ല, ഒരു രക്ഷമില്ല, ടേസ്റ്റില്ല. അയ്യേ, എന്താണ് ഈ തന്നിക്കണ വെച്ചോനെ? എന്താണ് ഈ തന്നിക്കണ എനിക്ക്? ആട്ട് ഞൊട്ടണുണ്ട്, മുഖം മാറണുണ്ട്. രസമുണ്ടോ? രസമല്ലേ? എങ്ങോട്ട് കോക്കണത്? ആ, ഞങ്ങളെ കുള്ളിയൊക്കെ കഴിഞ്ഞ് നല്ല മമ്പന് മൂണായിട്ട് വന്ന കുച്ച പറഞ്ഞാളാ. വന്ന കുച്ച പോയി. ടേസ്റ്റ് ഉണ്ടോ? ഇന്ന് മീൻ മുളകിടാ വിചാരിച്ച്. അപ്പം മത്തി മുളകിട്ടിട്ട് മത്തി പൊരിക്കാൻ. ഇന്ന് പരിപ്പും പയറൊന്നും വെക്കില്ല കേട്ടോ. വെച്ച പയറും പരിപ്പും തന്നെ എന്തായി വറ്റിച്ച് വെച്ചതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് മീൻ മുളകിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് അമ്പൂടെ കളിക്കുന്നുണ്ട്. മക്കൾ സ്കൂളിൽ പോയി. ഉമ്മച്ചി തിരുമ്പിയത് ആറിടുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെയിലുണ്ടാക്കാൻ എനിക്കൊരു സമാധാനമാണ്. മോൻ്റെ തുണിയും കാര്യങ്ങളൊന്നും ഉണങ്ങിയില്ലെങ്കിൽ
നമ്മുടെ കറിയൊന്നുണ്ട് തോന്നുന്നു. കളി മതിയാക്കിയിട്ട് പോയി നോക്കട്ടെ. ഓ ആരാത്? ആരാ കരീനെ? അതേത് തെക്കനെ കരീനെ? അയ്യേ കുഞ്ഞിക്കൊമ്പയൊക്കെ കാണിച്ച് കെക്കണൊക്കെ. അല്ലേ കൊനില്ലാത്ത കുന്തനാണല്ലോ. അയ്യേ കൊമ്പപ്പല്ലൊന്നും കാണിച്ചില്ലേ? നാണക്കേടി നാണക്കേടി നാണക്കേടി. ഓ എക്കിച്ചുണ്ടുണ്ട് കൊച്ചൂണ്, എക്കിച്ചുണ്ടോ അമ്മൻ്റെ കുത്തനക്ക്? ആടില്ലായിട്ട് കഴിഞ്ഞത്, ആടില്ലായിട്ട് കഴിഞ്ഞത്. ഓയോ ആടില്ല, താത്തയൊക്കെ പോയോ? എല്ലാ ആടും പോയോ? ആ ബാ ബാ വാ. മോന് ഉറങ്ങിയിട്ടില്ല. മെച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ട് വന്നത്. മെച്ചി ആറിട്ട് കഴിഞ്ഞു. അപ്പോൾ തക്കാളി മാത്രം എരിഞ്ഞ് കഴിഞ്ഞിട്ടേയുള്ളൂ. വെളുത്തുള്ളി നന്നാക്കാനുണ്ട്. ചില സമയത്ത് ഞാനിങ്ങനെ കഴുകിയിട്ട് ചതച്ചിടും കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഇറങ്ങിട്ടൊക്കെ ചതച്ചിടും. ഓരോരോ മൂട് പോലെ ഇരിക്കും കേട്ടോ. എല്ലായിടത്തും കാലാവസ്ഥ തെളിഞ്ഞു തോന്നില്ല. മഴ കുറഞ്ഞിക്കണം തോന്നുന്നുണ്ട്. കുറഞ്ഞാൽ മതി. മഴ പെയ്യേണ്ട സമയമാണ്, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഗൈസ്, നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് എന്താ എനിക്ക് ലൈക്ക് തരാത്തത്? ലൈക്ക് വളരെ കുറവാണല്ലോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തൂടെ? അതിനിപ്പോൾ എത്ര കാര്യം പണിയൊക്കെ ഉണ്ടോ ലൈക്ക് തരാനൊക്കെ? നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടോ? കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അബുക്ക് വരാനായോന്ന്. അബുക്ക് വരാനായിക്കണേ ഇൻഷാ അല്ലാഹ്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂട്ടാൻ പോയിരുന്നു. പിന്നെ എന്താ പറയുക, പ്രാവശ്യം മോനെയും കൊണ്ട് ഒറ്റയ്ക്ക് ചോരാറുണ്ടാവും വിചാരിച്ച് അങ്ങനെ പോയില്ല. അപ്പോൾ ഒറ്റയ്ക്കന്നെ വരിക. എന്നോട് പറഞ്ഞു ഞാൻ വന്ന് കയറും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഡേറ്റ് മാത്രം കിട്ടിയെന്ന് മാത്രമേ അറിയുള്ളൂ. ഏത് ദിവസമാണ് വരുന്നതൊന്നും അറിയില്ല. മീൻ മുളകിടാൻ തക്കാളി വാട്ടുന്നില്ല. തക്കാളി വേവിക്കട്ടെ. അപ്പോൾ നമുക്ക് വർഷത്തിൽ ലീവുണ്ട്. വർഷത്തിൽ 45 ദിവസത്തെ ലീവേ ഉള്ളൂ കേട്ടോ. കുറേ ലീവൊന്നുമില്ല. ആകെ 45 ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു സമാധാനം കേട്ടോ. 1, 2, 3 വർഷം അങ്ങനെ കുറേ വർഷങ്ങളൊന്നും നിന്നിട്ട് കാണണ്ടല്ലോ. നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ കാണാൻ വരുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ പോകുമ്പോൾ വിചാരിക്കേ വേണ്ടിയിരിക്കുന്നു. ഇത്രയും ദിവസം ചെറിയ ദിവസത്തിനുള്ളിൽ വരണ്ടേ എന്നൊക്കെ വിചാരിക്കും. പോകുമ്പോഴുള്ളൊരു കാര്യമാണ്. പ്രാവശ്യം പിന്നെ കുറച്ചും കൂടെ സങ്കടേക്ക് പോകുമ്പോൾ കുഞ്ഞനായതുകൊണ്ട് അതിനെ കാണുമ്പോൾ ഒരു ഇടങ്ങാറായിക്കുള്ളവർക്ക്. അങ്ങനെ മീൻ മുളകിടാൻ അടുപ്പത്ത് വെച്ചിക്കണേ. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എന്താ മസാല കൂട്ടാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ പരിപ്പും പയറും നമ്മൾ വെക്കാത്തതുകൊണ്ട് ആ പരിപാടിക്ക് നമ്മൾ നോക്കണേ ഇല്ല കേട്ടോ. പിന്നെ ചിക്കൻ ഉണ്ട്. മോന് പിന്നെ മീൻ കൂട്ടാത്തതുകൊണ്ട് ഓന് സ്കൂൾ വിട്ട് വരുമ്പോൾ ചിക്കൻ പൊരിക്കണം. പിന്നെ കുറച്ച് ബീഫുണ്ട്. ബീഫ് നമ്മൾ അയൽവാസീൻ്റെ അവിടുത്തെ മോളെ പിന്നെ കുട്ടീൻ്റെ അറവുണ്ടേനു അവൾക്ക്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. അങ്ങനെ പൊരിക്കാനുള്ള മസാലയൊക്കെ ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും പൊരിക്കൂല കേട്ടോ. ചോറുന്നാൻ സമയമാവാൻ നേരത്തെ പൊരിക്കുക. ചൂടോടെ മീൻ കൂട്ടുന്ന ഒരു പ്രത്യേക രസമാണ്. ഇനിയിപ്പോൾ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. എന്താ പറയുക, തണയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. 2-3 പാത്രം കഴുകാനുള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. ഉമ്മച്ചി പിന്നെ തുടക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അകം തുടക്കാൻ പോകുന്നുണ്ട്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എനിക്ക് എവിടെ നിന്നാണ് അതിന് സമയം കിട്ടുന്നത്, കുട്ടിയും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എങ്ങനെ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. നമ്മളെല്ലാത്തിനും സമയം കണ്ടെത്തണം. സമയമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ല, നമ്മൾ കണ്ടെത്തണം.
അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്. ഇപ്പം എൻ്റെ ആഗ്രഹം എന്താ അറിയോ, എന്തെങ്കിലും ഇതൊന്ന് ഇതായി പിന്നെ നമുക്ക് അതിൽ നിന്നൊരു വരുമാനമായി, അതൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസൊക്കെ നിർത്തേണ്ടി വന്നു. ഞാൻ എന്തോ ആയിട്ട് നിർത്തി വെച്ചിട്ടോ. അപ്പോൾ എൻ്റെ കയറിയ ടൈമിംഗ് ഒക്കെ കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ചടച്ചപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കിട്ടോ. പിന്നെയും ഞാനിതാ ഇടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം. നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടാൽ പോരെ, നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളിട്ടിട്ട് എനിക്ക് ഓക്ക് എന്താ പോകുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. നമുക്കറിയാം അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അതെന്താ പറയുക, ആരെങ്കിലും ഒരാൾ നമ്മൾ രക്ഷപ്പെട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ നല്ല മനസ്സുള്ളവരുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തു തരും. അങ്ങനെ അമർത്തത്. പത്ത് ഭാവനെ കൊണ്ടുപോകണോ? ഭാവനെ കൊണ്ടുപോകണ്ടോ? കൊണ്ടുപോകണ്ടോ? കൊണ്ടുപോയിട്ട് എന്താ കൊടുക്കുക വാവക്ക്? കൊടുക്കുവോ? ആ നോക്ക് ഭാവിനെ എന്നിട്ട് നോക്കില്ലല്ലോ വാവനെ. അത് ഭാവി നോക്ക്. വാവ നോക്കില്ലേ? വാവ പഞ്ഞോക്ക് എന്നെ നോക്കൂ ചോക്കി. ഭാവിനെ നോക്കൂ. പത്തു അവിടുത്തെ വീട്ടത്ത് നോക്കുവോ? ഭാവനെ ഈ കൊണ്ടുപോവും. എങ്ങോട്ട്? മേല് കൊണ്ടുപോവും. കരയൂലേ? കരയൂലേ? നോക്കും. പെങ്ങളെ മോളെ ചെറുതിന് ഭയങ്കര ഇഷ്ടമായിട്ട് കുട്ടീനെ. അപ്പോൾ ഓള് വന്നിട്ട് ഓളെ അങ്ങോട്ട് ഓളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ. നമ്മൾ ആദ്യം വെച്ച് തമാശയാണ് കേട്ടോ, പിന്നെ നോക്കുമ്പോൾ സീരിയസ് ആണ്. ഓക്ക് കൊണ്ടുപോകണം തന്നെയാണ്. പിന്നെ ഇതാ ഒരു മുറി ചക്ക ഇട്ടീനു, നമ്മൾ അയൽവാസി തന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇരിഞ്ഞെടുക്കുകയാണ്. അപ്പം വലിയ ചുളയാണ് സംഭവം. ഒരു കാഭാഗം മുറി ഉണ്ടെങ്കിൽ ഉള്ളിൽ ചുള കുറവാണ്. വലിയ ചുള ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ എന്താ പറയുക, വൈകുന്നേരം ചിക്കൻ റോൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിന്. അങ്ങനെ ഇതാ മസാലക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ റോളും കട്ട്ലേറ്റൊക്കെ. ചിക്കൻ റോളിനെക്കാട്ടും ഇഷ്ടം കട്ട്ലേറ്റാണ്. പക്ഷേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ റോൾ. അപ്പം അതുണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് ഉള്ളേലും കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് എനിക്ക് കട്ട്ലേറ്റൊക്കെ ആക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ റോൾ തന്നെ ചെയ്ത് വെച്ച്. നോമ്പിനൊക്കെ അങ്ങനെയാണ്, ഒരു മസാല അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ച് അതിൽ ഉടച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമുക്ക് ഒരു മസാലയും കൊണ്ട് തന്നെ എന്തെല്ലാം കടി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതാ ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് അത് മസാലേൻ്റെ അകത്തിട്ട് ഇനിയിപ്പം ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ എന്താ പറയുക, ഈ മല്ലിച്ചപ്പ് നിങ്ങളൊക്കെ എന്താ പറയുക, നമ്മളിവിടെയൊക്കെ തോട്ടത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു മല്ലിച്ചപ്പ്, അത് നല്ല ചുവയാട്ടോ. കുറേ ഇടരുത്, ഒരു പാകത്തിന് ഇട്ടാൽ നല്ല രസമുള്ള ഒരു ചുവ വരും. നമ്മളെ സാധാ മല്ലിച്ചപ്പിൻ്റെ ചുവ വരും. മൈസൂർ ചപ്പ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന് പറയാം. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് കടി ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മളെ കടിയൊക്കെ ആയി. മക്കൾസ് വരാനായിക്കണേ, അപ്പോഴേക്കും കടിയൊക്കെ ആയിക്കണം കേട്ടോ. ഞാൻ ആ സമയം നമുക്ക് ആവില്ല വിചാരിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻസൊക്കെ അറിയിക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു. അസ്സലാമു അലൈക്കും, ബൈ.